ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവാസി മലയാളി യുവാവ് സൗദി അറേബ്യയിൽ മരിച്ചു. തിരൂർ മുച്ചിക്കൽ ആലഞ്ചുവട് സ്വദേശി താണിമഠത്തിൽ ജംഷീർ ബാബുവാണ് മക്കയിൽ മരിച്ചത്. മൃതദേഹവും മക്ക ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അവസാനിക്കുന്നില്ല. കോവിഡ് ചികിത്സയിലായിരുന്ന തിരുവനന്തപുരം സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് കുവൈറ്റിൽ മരിച്ചു. കിളിമാനൂർ ഇരട്ടിച്ചിറ രത്നാഭവനിൽ സുരേഷ് ബാബുവാണ് മരിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം മൃതദേഹം കുവൈറ്റിൽ സംസ്കരിക്കുകയും ചെയ്തു. ഫർവാനിയയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. ഹൃദയാഘാതത്തെ തുടർന്ന് മരണം സംഭവിച്ചതിന് ശേഷം നടത്തിയ സ്രവ പരിശോധനയിലാണ് കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചത്. ഇതുമാത്രമല്ല, ഉറക്കത്തിൽ മരിക്കുകയും കളിക്കളങ്ങളിൽ മരിക്കുകയും ചെയ്യുന്ന പ്രവാസികൾ അനവധിയാണ്. കൊറോണയോടൊപ്പം തന്നെ ഏറെ വേദന പകർന്ന വാർത്ത കൂടിയാവുകയാണ് ഹൃദയാഘാതം മൂലം മരിക്കേണ്ടി വരുന്ന പ്രവാസി മലയാളികളുടെ വാർത്തകൾ. പ്രായഭേദമില്ലാതെ പ്രവാസികളിൽ ഹൃദയാഘാതം മൂലമുള്ള മരണനിരക്ക് ഉയരുകയാണ്. അബുദാബിയിൽ മാത്രം കഴിഞ്ഞ വർഷം ആദ്യ പകുതിയിൽ മരിച്ച ഇന്ത്യക്കാരിൽ 70% പേർക്ക് ഹൃദ്രോഗമുണ്ടായിരുന്നുവെന്നാണ് ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിന്റെ റിപ്പോർട്ട്. 182 ഇന്ത്യക്കാരാണ് മരിച്ചത്. എന്നാൽ കൊറോണ വ്യാപനം വില്ലനായി എത്തുമ്പോൾ പോലും അതിൽ മരണമടയുന്ന പ്രവാസികളിൽ ഹൃദയാഘാതം മറ്റൊരു വില്ലനായി ഒപ്പം ചേരുന്നു. മരണനിരക്ക് ഉയരുമ്പോഴും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രവാസികൾ മറ്റു രോഗങ്ങൾക്കും ചികിത്സ നേടിയിരുന്നു എന്നതാണ്. ഇത്തരത്തിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പ്രവാസികളാണ് കൊറോണയെ തുടർന്ന് മരണമടയുന്നത്. ഇതുമൂലമാണ് കൊറോണ മൂർച്ഛിക്കുന്നതും ഒപ്പം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നതും എന്നുമാണ് ഇവർ വ്യക്തമാക്കുന്നത്. ദുബായിലും വടക്കൻ എമിറേറ്റുകളിലും ഇതേ കാലയളവിൽ തന്നെ മരിച്ച 698 പേരിൽ 397 പേർക്കും ഹൃദയാഘാതമുണ്ടായിരുന്നു. അതായത് പകുതിയിൽ ഏറെ പേർക്കും. കഴിഞ്ഞ വർഷം UAE-യിൽ 1426 ഇന്ത്യക്കാർ മരിച്ചതായാണ് കണക്ക്. ഇതിൽ ഹൃദ്രോഗ മരണങ്ങൾ 838. രോഗങ്ങളെ അവഗണിക്കുന്നതും യഥാസമയം ചികിത്സ തേടാത്തതും മരണസംഖ്യ കൂട്ടുന്ന ഘടകങ്ങളാണെന്ന് ഡോക്ടർമാർ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ ജോലിക്കാരിലാണ് ഇത്തരം രോഗം കണ്ടുവരുന്നതിനാൽ തന്നെ ഇവർ കൃത്യമായി ചികിത്സ നേടുന്നില്ല എന്നതാണ്. അമിത ഉത്കണ്ഠ, വ്യായാമക്കുറവ്, ഭക്ഷണശീലം തുടങ്ങിയവയാണ് പ്രവാസികളിൽ ഹൃദ്രോഗ നിരക്ക് കൂടാൻ കാരണമായി പറയുന്നത്. കൊളസ്ട്രോൾ, പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവ വില്ലന്മാരാണ്. പശ്ചിമേഷ്യയിൽ നിന്നുള്ളവരിൽ പൊതുവെ കാണുന്ന പ്രശ്നങ്ങളാണിവ. ചികിത്സയിലൂടെയും വ്യായാമത്തിലൂടെയും ഇത് മാറ്റിയെടുത്തില്ലെങ്കിൽ ഹൃദ്രോഗ സാധ്യത കൂടാൻ സാധ്യതയുമുണ്ട്. പകൽ കൃത്യമായ ഭക്ഷണം കഴിക്കാതെ രാത്രി വാരിവലിച്ച് എന്തെങ്കിലും കഴിക്കുന്നതും ആരോഗ്യകരമല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ നിർബന്ധമായും വ്യായാമം ചെയ്യണം. ഉപ്പും മധുരവും എണ്ണയും പരമാവധി കുറയ്ക്കുകയും ചെയ്യണം. കൊറോണയെ പോലെ തന്നെ ജാഗ്രത വേണം ഇത്തരം ഹൃദയാഘാതങ്ങൾക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.